ദൈവീക പദ്ധതികളുമായി സഹകരിക്കാത്ത ഹൃദയമാണ് ശിലാഹൃദയം. എന്താണ് ശിലാഹൃദയത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത? ദൈവീക പദ്ധതികളുമായി സഹകരിക്കാത്ത ഹൃദയം. ദൈവത്തിന്റെ ആഗ്രഹങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഹൃദയം. പുറപ്പാടിന്റെ പുസ്തകം 11-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. ദൈവം മോശയും അഹ്റോനും വഴി വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചെങ്കിലും, തുടർന്ന് വായിച്ചേ, എന്നാൽ കർത്താവ് ഫറവോയുടെ ഹൃദയം കഠിനമാക്കിയതിനാൽ അവൻ ഇസ്രായേൽക്കാരെ തന്റെ രാജ്യത്ത് നിന്നും വിട്ടയച്ചില്ല. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളൊക്കെ കണ്ടു ഒരു ഭാഗത്ത്. ദൈവം ഫറവോയോട് നേരിട്ട് വന്ന് പറഞ്ഞു, ഇസ്രായേൽക്കാര് ദൈവാരാധനയ്ക്ക് വേണ്ടി വിട്ടയക്കണം. മോശയിലൂടെ കൃത്യമായിട്ട് പറഞ്ഞു, അടയാളങ്ങളൊക്കെ കൊടുത്തുവെങ്കിലും അവന്റെ ഹൃദയം കഠിനമായത് കൊണ്ട് അവൻ ദൈവത്തിന്റെ പദ്ധതിയുമായി സഹകരിച്ചില്ല. ദൈവം അതൊക്കെ പറയും, അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ദൈവത്തിന്റെ പദ്ധതിയുമായി സഹകരിക്കുന്ന പ്രശ്നമില്ല. ഒരു മകൾ തന്റെ പിതാവിനോട് പറഞ്ഞു, ഡാഡി, എന്നെ ദൈവം ഒരു സന്യാസ ജീവിതത്തിലേക്കാണ് വിളിക്കുന്നതെന്ന് എനിക്ക് ബോധ്യം കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് കോൺവെന്റിൽ ചേരാൻ അനുവാദം തരണം. +2 കഴിഞ്ഞ മകളാണ്. നല്ല വ്യക്തമായിട്ടുള്ള ബുദ്ധി, ക്ലാരിറ്റിയുള്ള ഒരു ബോധത്തോടു കൂടി ഈ മകൾ പറയുകയാണ്. അപ്പം പറഞ്ഞു, എനിക്ക് ആണായും പെണ്ണായും നീ മാത്രമേ ഉള്ളൂ, നിന്നെ ഓരോടത്തും പറഞ്ഞു വിടുന്ന പ്രശ്നമില്ല. അദ്ദേഹത്തിന് വീണ്ടും മെസ്സേജുകളൊക്കെ ആവശ്യത്തിന് കിട്ടുന്നുണ്ട്, മകളുടെ ദൈവവിളിക്കനുസരിച്ച് വിടുക. അയാള് പറയുന്നു, ഞാൻ അനുസരിക്കുകയില്ല. ദൈവ പദ്ധതിയുമായി സഹകരിക്കാൻ തയ്യാറില്ലാത്ത ഈ ഹൃദയം, പ്രിയപ്പെട്ടവരെ, ശിലാഹൃദയമാണ്. ദൈവത്തിന്റെ പദ്ധതിയുമായിട്ട് അയാൾ തയ്യാറാകാൻ ഒരു കുടുംബത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് IVF ചെയ്യാൻ ദൈവം അത് അനുവദിക്കുന്നില്ല, അത് ദൈവിക പദ്ധതിയുമായി ചേർന്ന് പോകുന്നതല്ല. അവര് പറയുന്നു, അത് അപ്പൊ പിന്നെ ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവണ്ടേ? ദൈവിക പദ്ധതി നിങ്ങൾക്ക് അനുസരിച്ച് IVF-ലൂടെ കുട്ടികൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ദൈവിക പദ്ധതി. പക്ഷെ കുട്ടി ഉണ്ടാവണ്ടേ? പറയാനില്ല. അവര് പോകുന്നു, അവരുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇതിനെയാണ് ദൈവിക പദ്ധതിയുമായി സഹകരിക്കാൻ തയ്യാറില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത്.